ഇന്ന് ജനുവരി 30 രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 78ാമത് രക്തസാക്ഷിത്വ ദിനം. മഹാത്മാവിന്റെ സ്മരണയിലാണ് രാജ്യം. ഡൽഹിയിലെ ബിലർ ഹൗസിൽ ഒരു സായാഹ്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിനിടയിൽ നാഥുറാം വിനായക് ഗോഡ്സെ എന്ന മതഭ്രാന്തൻ 1948 ഗാന്ധിജിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. रघुपति राघव राजा राम पतित पावन सीताराम. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്ന ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരേ ഒരു മനുഷ്യൻ. ആദ്യം നിങ്ങളെ അവർ പരിഗണിക്കും, പിന്നെ പരിഹസിക്കും, പിന്നെ പുച്ഛിക്കും, പിന്നെ ആക്രമിക്കും. എന്നിട്ടായിരിക്കും നിങ്ങളുടെ വിജയമെന്ന് പറഞ്ഞു പഠിപ്പിച്ച് വിജയത്തിലേക്ക് വഴികാട്ടിയായ മഹാത്മാവ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞു തന്ന മഹാത്മാവ് മതഭ്രാന്തിന്റെ ഇരയായി വെടിയേറ്റ് വീണ് പിടഞ്ഞിട്ട് 78 വർഷം പിന്നിടുന്നു. ആയിരത്തി 1948 ജനുവരി 30 വെള്ളിയാഴ്ചയാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി കൊല്ലപ്പെട്ടത്. ഡൽഹിയിലെ ബിർള ഹൌസിന് മുന്നിലെ മൈതാനത്ത് പ്രാർത്ഥിക്കാനെത്തിയവർക്കും അനുയായികൾക്കുമിടയിൽ ഗാന്ധി നടന്നു പോകുന്നതിനിടെയാണ് ഹിന്ദു തീവ്രവാദിയായ നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. സമാധാനത്തിനും അഹിംസയ്ക്കും വേണ്ടി വാദിക്കുന്ന ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച ചിന്താഗതിക്കാരിൽ ഒരാളായിരുന്നു മഹാത്മാഗാന്ധി. മഹാത്മാവിന്റെ 78ാം രക്തസാക്ഷിത്വ ദിനാചരണം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ മതങ്ങളുടെയും സാരാംശം ഒന്നാണ്, അവയുടെ സമീപനങ്ങൾ മാത്രം വ്യത്യസ്തമാണെന്ന മഹാത്മാവിന്റെ തന്നെ വാക്കുകളിലൂടെ. ന്യൂസ് ഡെസ്ക്, സിറ്റി വിഷൻ.